take this opportunity to greet everyone who listens to me through this platform. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് രാവിലെ സമയം നാം രണ്ടാമത് വായിച്ച് കേട്ടതായ പാഠഭാഗത്ത് നിന്നാണ് ദൈവ ആലോചന തരുവാനായി ഞാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. നാം ഈ ദൈവവചനം ചിന്തിക്കുമ്പോൾ കർത്താവേ, അതെൻ്റെ ജീവിതത്തിൽ പകർത്തപ്പെടുവാൻ എന്നെ അങ്ങ് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിൽ കൂടെ അങ്ങ് ചെയ്തെടുക്കുന്ന അവിടുത്തെ വലിയ പ്രവർത്തനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ മാതൃകയുള്ളവരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നല്ലോ. ഞങ്ങളെ അതിനുവേണ്ടി അവിടുന്ന് ഉത്സാഹിപ്പിക്കുന്നല്ലോ. അതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ഹൃദ്യമായി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം നിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ വിഭാഗിക്കുവാൻ ബലഹീനമാകുന്ന അടിയനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഇന്ന് സഭയായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം മാതൃകയുള്ള ഒരു സഭ എന്നതാണ്. എ മോഡൽ ചർച്ച്. എ മോഡൽ ചർച്ച് doesn't mean a perfect church. മാതൃകയുള്ള ഒരു സഭ എന്ന് പറയുമ്പം അതൊരിക്കലും പൂർണ്ണതയുള്ള ഒരു സഭ എന്ന് ആരും ചിന്തിക്കരുത്. There is no perfect church as it is. പൂർണ്ണതയുള്ള, കുറവുകളില്ലാത്ത ഒരൊറ്റ സഭ പോലും ഇല്ല. ആദിമ സഭയുടെ ക്വാളിറ്റീസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭകളൊക്കെ പല കാര്യങ്ങളിലും മാതൃകയുള്ളവരായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മാതൃകയില്ലാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1-ാം നൂറ്റാണ്ടിലാണെങ്കിലും 21-ാം നൂറ്റാണ്ടിലാണെങ്കിലും നാം നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്ന കാലത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് മാതൃകയുള്ളവരായി തീരാൻ സാധിക്കും. അതിനർത്ഥം നമ്മളിൽ ബലഹീനതകളില്ല എന്നുള്ളതല്ല, നമ്മൾ പൂർണ്ണരാണെന്നല്ല. അപ്പോൾ നമ്മുടെ അപൂർണതകളിൽ നിന്നുകൊണ്ട് തന്നെ മാതൃകാപരമായ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കത്തക്ക തരത്തിലുള്ളതായ ഒരു ജീവിതക്രമം നമുക്ക് നമ്മുടെ സഭകളിൽ കൂടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൂടെ ഒക്കെ സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നത് ദൈവവചനം നമുക്ക് തരുന്നതായ
ഒരു നല്ല ഉൾക്കാഴ്ചയാണ്. തെസ്സലോനിക്കൻ സഭ അല്ലെങ്കിൽ തെസ്സലോനിക്കയിലെ സഭയെ പറ്റി പഠിക്കുമ്പം ദാറ്റ് ചർച്ച് വാസ് എ യങ് ചർച്ച്. പൗലോസ് കൊരിന്തിൽ നിന്ന് ഈ ലേഖനം എഴുതുമ്പോൾ ദാറ്റ് ചർച്ച് വാസ് ഓൺലി 3 years old. വെറും 3 വർഷം മാത്രം പ്രായമുള്ളതായ ഒരു സഭയാണ് തെസ്സലോനിക്കയിലെ സഭ. വേദ പണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഈ സഭയിൽ ഏതാണ്ട് 3 ആഴ്ചക്കാലം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. പിന്നീട് അവിടുത്തെ പ്രവർത്തനത്തിനായി തൻ്റെ പുത്രനായിരിക്കുന്ന, വിശ്വാസത്തിൽ നിജപുത്രനായിരിക്കുന്ന തീമത്യോസിനെ അവരുടെ ഇടയിൽ അയക്കുകയും അവരെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതിന് വേണ്ടി മിഷണറി യാത്രകൾ ചെയ്തു. അങ്ങനെ മിഷണറി യാത്രകൾ ചെയ്ത് അവർ മറ്റു പലയിടങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട് അവർക്ക് ത്രോവാസിൽ നിന്ന് ഒരു മാസിഡോണിയൻ വിളിയുണ്ടായി. മക്കതോനിയക്കാരനായിരിക്കുന്ന ഒരു പുരുഷൻ നിന്നുകൊണ്ട് ഞങ്ങളെ വന്ന് സഹായിപ്പിൻ എന്ന് പറയുന്ന ഒരു ദർശനം കേട്ട് ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ മക്കതോനിയയിലേക്ക് സുവിശേഷവുമായി കടന്നു ചെന്നത്. അപ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായവും 17-ാം അധ്യായവും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകാൻ ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ചെറുപ്പമുള്ള സഭ, an young church became a model church എന്നുള്ളത് പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് സമയം കണ്ടെത്തുവാനായി താല്പര്യപ്പെടുന്നത്. Thessalonian church was a model church. Why this church became a model church? The portion that is read to us is 1 Thessalonians chapter 1 verses 1 to 10. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാഗത്തെ we are able to divide in 3 sections. 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഭാഗത്തെ തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് അതിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് the church at Thessalonica was a triumphant church. അവര് വിജയം കൈവരിച്ച ഒരു സഭയായിരുന്നു. They were a model church because they were a triumphant church. എന്തുകൊണ്ടാണ് അവർ triumphant ആയത്? Why I use the word triumphant? ഞാൻ പറഞ്ഞല്ലോ, അവർ വിജയം കൈവരിച്ച സഭയാണ്, ഒരു തിളക്കമാർന്ന സഭയാണ്, തലയെടുപ്പുള്ള ഒരു സഭയാണ്, വളരെ മുന്നേറ്റമുള്ള ഒരു സഭയാണ്. അവർ മുന്നേറുന്ന ഒരു സഭയായിരുന്നു, തലയെടുപ്പുള്ള ഒരു സഭയായിരുന്നു, പലവിധമായ പ്രവർത്തനങ്ങളിലും തിളക്കമാർന്നതായ നേട്ടങ്ങളുള്ള ഒരു സഭയായിരുന്നു. അതുമാത്രവുമല്ല, വളരെ ആവേശമുള്ള വിജയം കൈവരിച്ച ഒരു സഭ. എങ്ങനെയാണ് ഒരു സഭയെ വിജയമുള്ള സഭ, അല്ലെങ്കിൽ തിളക്കമാർന്ന സഭ, അല്ലെങ്കിൽ തലയെടുപ്പുള്ള സഭ എന്ന് പറയാനായിട്ട് കഴിയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രക്ചർ. അതിൻ്റെ ആകാരത്തിലല്ല അതിനെ തിളക്കമുള്ള ഒരു സഭ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദർ ബഡ്ജറ്റ്. അവരുടെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ല അവര് തിളക്കമുള്ള ഒരു സഭയാണെന്ന് പറയാൻ കഴിഞ്ഞത്.
നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ് സൈസ്. അവരുടെ വലിപ്പം നോക്കിയിട്ടല്ല അവര് തിളക്കമുള്ളതും അവർ വിജയമുള്ളതുമായ ഒരു സഭയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് വളരെ ചെറിയ സഭയാണെങ്കിലും അതായത് ഇറ്റ്സ് ആൻ യങ് ചർച്ച്, പ്രായമൊന്നും അധികമായിട്ടില്ല. നമ്മളിപ്പോഴ് സഭയായിട്ട് 60 വർഷം നാം പൂർത്തീകരിക്കാൻ പോകുകയാണ്. When we are finishing the 60 years of our existence on the face of the earth. 60 വയസ്സെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റ്സ് എ റിട്ടയർഡ് ചർച്ചാണ്. It's a retired church, our church. But this church is only 3 years old. Yet this church has been called as a model church. Why? എന്തുകൊണ്ടാണ് അവരിൽ ഈ പ്രത്യേകത ഉണ്ടായിരുന്നത്? Why they were so unique about when they compare with other churches? ഒന്നാമത് 3 കാര്യങ്ങൾ അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട് ഈ 4 വാക്യങ്ങളിലായിട്ട്. ഒന്നാമത് പറയുകയാണ്, their work produced by faith. അവർ വിശ്വാസത്തിന്റെ പ്രയത്നമുള്ള സഭയായിരുന്നു. വിശ്വാസത്തിന്റെ പ്രയത്നമുള്ള സഭ. ഈ വിശ്വാസത്തിന്റെ പ്രയത്നം എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. Verses 3 and 4 ഇതിങ്ങനെ ഇപ്രകാരമാണ് വായിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചും വിവരിച്ചും കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അപ്പോസ്തലനായ പൗലോസ് പതിവ് പോലെ സിനഗോഗിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ജനത്തോട് വിവരിച്ചു. സുവിശേഷത്തിന്റെ ഒരു ഭാഗവും മറച്ചു വെക്കാതെ വളരെ വ്യക്തതയോടും വളരെ കൃത്യതയോടും സുവിശേഷം ദൈവശാസ്ത്രപരമായി തന്നെ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ അറിയിച്ചു. അപ്പോൾ അതറിയിച്ചപ്പോൾ ഇത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ള ആ ചിന്തയോടുകൂടെ, വിശ്വാസം അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ, അവരെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ചിന്തയോടുകൂടെ they received the gospel by faith. അവർക്ക് വിശ്വാസത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. വർക്ക് ഓഫ് ഫെയ്ത്ത്. സുവിശേഷം അവരിലേക്ക് ചെന്നപ്പോൾ അതിനെ അലക്ഷ്യമായിട്ട് കാണാതെ അതിനെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ ദൈവവചനമായിട്ട് മാത്രമല്ല അതിന്റെ ശക്തിയോടുകൂടെ, അതിന്റെ പ്രതാപത്തോടുകൂടെ, അതിന്റെ മാന്യതയോടുകൂടെ, അക്ഷരാർത്ഥത്തിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, അവിടെയുള്ളവർ പറഞ്ഞത് എങ്ങനെയാണ്? ഭക്തിയുള്ള യവനന്മാര്, പിന്നെ യഹൂദന്മാരിൽ ചിലര്, അതുമാത്രവുമല്ല മാന്യ സ്ത്രീകളിൽ അനേകരും. They believed the gospel. They believed that gospel can change their eternity. നിത്യതയെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടെ they received the gospel by faith. ഇന്ന് നമ്മൾ കേൾക്കുന്നവരാണ് പലരും.
സുവിശേഷം ഇന്ന് പ്രചരിക്കാത്തതിന് കാരണം അത് പറയാഞ്ഞിട്ടല്ല. But people are not receiving the gospel by faith. പലയിടങ്ങളിലും ഇന്നും സുവിശേഷം അറിയിക്കുന്നുണ്ട്. പല സ്ട്രീറ്റുകളിൽ ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ട്. മീഡിയ മുഖാന്തരം, ഇന്റർനെറ്റ് മുഖാന്തരം, ട്രാക്സ് മുഖാന്തരം, ആളാമ്പ്രതി സുവിശേഷകാല മുഖാന്തരം ഇന്നും സുവിശേഷം അനേകരെത്തിക്കുന്നുണ്ട്, തീഷ്ണതയോടെ എത്തിക്കുന്നുണ്ട്. ബട്ട് പീപ്പിൾ ആർ ഹെസിറ്റന്റ്, പീപ്പിൾ ആർ റിബല്യസ്, പീപ്പിൾ ആർ stubborn, and they don't have faith. തെസ്സലോനിക്കയിലെ പ്രിയപ്പെട്ടവര് സുവിശേഷം കേട്ടപ്പോൾ അത് വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ചു. I think that was the credit of the Thessalonican church. Work produce faith. വിശ്വാസത്തിന്റെ പ്രയത്നം. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. രണ്ടാമത് അവരെ പറ്റി പറയുന്നത് ലേബർ പ്രോംപ്റ്റഡ് ബൈ ലവ്, സ്നേഹത്തിന്റെ പ്രയത്നം. അവര് വിശ്വാസത്തോടുകൂടെ സുവിശേഷം സ്വീകരിക്കുക മാത്രമല്ല, ആ സുവിശേഷം അവരുടെ ജീവിതത്തിൽ അവർ പ്രതിഫലിപ്പിച്ചു. ലേബർ പ്രോംപ്റ്റഡ് ബൈ ലവ്, സ്നേഹത്തിന്റെ പ്രയത്നം ഉള്ളവരായിരുന്നു. They were known for selfless, dedicated love. Love for Jesus Christ and love for one another. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, തമ്മിലുള്ള സ്നേഹം, ആ സ്നേഹമായിരുന്നു തെസ്സലോനിക്കൻ സഭയുടെ മുഖമുദ്ര. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, യുവർ ചർച്ച് ഈസ് എ ട്രയംഫന്റ് ചർച്ച്. നിങ്ങൾ പ്രായത്തിൽ കുറവുള്ളവരാണെങ്കിലും അസാമാന്യമായിട്ടുള്ള വളർച്ച കാണിച്ചിട്ടുള്ളവരാണ്. സുവിശേഷം വിശ്വാസത്താൽ സ്വീകരിച്ചു. സുവിശേഷത്തിന്റെ ഫ്രൂട്ടായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ഇടയിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും അഖായിയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. സ്നേഹത്തിന്റെ പ്രയത്നത്താൽ. 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, First Thessalonians chapter 3 verse 6 ഇപ്രകാരം വായിക്കുന്നു, ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ. Their love was not artificial love. As Paul, Silas and Timothy were loving them, these people reciprocated the love towards them. ഊഷ്മളത, സ്നേഹത്തിന്റെ ഊഷ്മളതയുള്ള ഒരു സഭയായിരുന്നു ആ സഭ. 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക്
ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. They were a people with love, genuine love, unadulterated love. സ്നേഹത്തിന്റെ പ്രയത്നം. അപ്പോൾ അവർ സ്നേഹമുള്ളവരായിരുന്നു എന്ന്. അപ്പം അവരുടെ വിശ്വാസത്തിന്റെ പ്രയത്നം അവരെ വിജയികളാക്കി, അവരുടെ സ്നേഹത്തിന്റെ പ്രയത്നം അവരെ വിജയികളാക്കി. മൂന്നാമത്, we are able to see endurance inspired by hope. പ്രത്യാശയുടെ സ്ഥിരത. അവർക്ക് ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശയിൽ അവർ സ്ഥിരതയുള്ളവരായിരുന്നു. Over the last 21st centuries, the Christian church is surviving just because of this enduring hope. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ക്രിസ്തീയ സഭ പതറിപ്പോകാതെ, പരാജയപ്പെട്ടു പോകാതെ, ചിതറിപ്പോകാതെ ഇന്നും നിലനിൽക്കുന്നതിന് കാരണം, നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് കാരണം കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഈ വലിയ പ്രത്യാശയായിരുന്നു. മറ്റേത് പുതിയ നിയമ പുസ്തകത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ പറ്റി പറയുന്നതിനേക്കാൾ അധികമായിട്ട് ഈ ലേഖനത്തിൽ അപ്പോസ്തലൻ വീണ്ടും 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 അവരോട് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ പറ്റി പറയുന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കുന്നവരും തളർന്നു പോകുന്നവരും ക്ഷീണിച്ചു പോകുന്നവരും മടുത്തു പോകുന്നവരും ആകരുത്. You are a different breed. You are a different group of people. There is something that is inspiring you, motivating you and leading you further. നിങ്ങളെ പ്രത്യാശയുള്ളവരായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരും, അവൻ ഉയർത്തെഴുന്നേറ്റ് വരും, അവൻ നിങ്ങളെ ചേർക്കും. അവന്റെ തുടർന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യം, 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനോട് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റിയുള്ളതായിരിക്കുന്ന അവരുടെ പ്രത്യാശ. They were hopeful about the second coming of the Lord. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, though the church was very young, though Paul the apostle lived only 3 weeks in Thessalonica, this church was a triumphant church. തലയെടുപ്പുള്ള, തിളക്കമാർന്ന, മുന്നേറ്റമുള്ള ഒരു സഭയായി തീരാൻ കാരണം their work produced faith. Their labor was prompted by love. Their endurance was inspired by hope. വിശ്വാസത്തിന്റെ പ്രയത്നവും സ്നേഹത്തിന്റെ പ്രയത്നവും അതോടൊപ്പം തന്നെ പ്രത്യാശയുടെ സ്ഥിരതയുമുള്ളവരായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. It is not how long, but it is how we function. എത്ര നാളായി എന്നുള്ളതല്ല, എത്ര വയസ്സായി എന്നുള്ളതല്ല. നമുക്ക് ചിലപ്പോൾ പ്രായമുണ്ടാകും, പ്രായത്തിനനുസരിച്ചുള്ള പക്വത ചിലപ്പോഴും കാണാറില്ല.
we have to grow with these qualities. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഒന്നാമത്, the church at Thessalonica was a triumphant church, a victorious church. Second, verses 5 to 8, അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, Thessalonian church was a transmissional church. A transmissional church. അവര് പകർച്ചയുള്ള ഒരു സഭയായിരുന്നു. പകർന്നു കൊടുക്കുന്ന സഭ, സംരക്ഷണം ചെയ്യുന്ന സഭ, മറ്റുള്ളവരിലേക്ക് അവരറിഞ്ഞ സത്യം എത്തിച്ചു കൊടുക്കുന്ന സഭ. That is what the meaning of transmission says. They are not keeping it, but they are passing on to. എന്താണ് ഈ തെസ്സലോനിക്ക സഭയെ പറ്റി അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ ഭാഗം ഒന്നുകൂടെ എടുത്ത് വായിക്കണം. അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് 4 വ്യത്യസ്തമായ കാര്യങ്ങൾ അപ്പോസ്തലനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ സംപ്രേക്ഷണം ചെയ്യുന്ന സഭയാണ്. മറ്റുള്ളവരിലേക്ക് അവരറിഞ്ഞ സത്യം എത്തിച്ചു കൊടുക്കുന്ന സഭയാണ്. അവർ പകർച്ചയുടെ സ്വഭാവമുള്ള സഭയാണ്. അവർ മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയുള്ള സഭയാണ്. ഞാൻ ഇങ്ങനെ അത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്, they were confirmed in their faith. 5-ാമത്തെ വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മ നിശ്ചയത്തോടും കൂടെ അവർ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട സഭയായിരുന്നു. They were confident about their faith. ബഹുനിശ്ചയമുള്ള ഒരു സഭയായിരുന്നു. അവരെന്ത് വിശ്വസിക്കുന്നു എന്ന്, അവർ ആരെ ആരാധിക്കുന്നു എന്ന്, അവരെന്തിന് വിശ്വാസികളായി എന്ന് ഉള്ള ബഹുനിശ്ചയമുള്ള സഭയായിരുന്നു തെസ്സലോനിക്കൻ സഭ. 3, they were the case studies of faith. വിശ്വാസത്തിന്റെ മാതൃകകളായിരുന്നു തെസ്സലോനിക്ക സഭ. അപ്പം അവര് വിശ്വാസത്തിൽ സ്ഥിരീകരണമുള്ളവരായിരുന്നു. confirmed in their faith, confident about their faith, and they were case studies of faith. 7-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായിരുന്നു. Then they were the channels of faith. അവർ വിശ്വാസത്തിന്റെ നീർച്ചാലുകളായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരുന്നു. They were the channels. They were not mere containers of the faith, but they were the channels of faith. വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാര് മാത്രമല്ലായിരുന്നു അവര്. പിന്നെ എന്തായിരുന്നു? അവര് വിശ്വാസത്തിന്റെ നീർച്ചാലുകളായി മാറി. Therefore, they were not contaminated. അവര് മലിനപ്പെട്ടു പോയില്ല, അവർ അഴുക്കായി പോയില്ല. They were able to give the gospel to others. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, we have the tradition of 2000 years of experiences. 2000 വർഷങ്ങൾക്ക് മുൻപ് തോമാശ്ലീഹ വന്നപ്പം തോമാശ്ലീഹ
സ്ഥാനപ്പെടുത്തിയ വ്യക്തികളാണെന്നൊക്കെ പറയുന്നവരാണ് നമ്മൾ പലരും. But what did you do with this 2000 years of life? Why you cannot be the model church? Why we cannot be a model church? We are called to be the channels of the gospel. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെസ്സലോനിയൻ ചർച്ച് was a transmissional church. അവർക്ക് കിട്ടിയതായിരിക്കുന്ന വിശ്വാസം അവർ സൂക്ഷിച്ചു വയ്ക്കാതെ അത് മറ്റുള്ളവരിലേക്ക് അവര് എത്തിച്ചു കൊടുത്തു. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഇതെന്ന്. 1999 ജനുവരി മാസം 23 രാത്രി, ഇന്ന് 22 വർഷങ്ങൾക്ക് മുൻപ് ഒറീസയിൽ ബാരിപ്പാടായില് ഒരു കുടുംബം കത്തിച്ചാമ്പലാക്കപ്പെട്ടു. ഗ്രഹാം സ്റ്റെയിൻസ്, Timothy and Philip, coming back from a gospel meeting in Orissa, on their way, because they were tired, they took rest in that vehicle. They slept in the middle of the night. ചില സുവിശേഷ വിരോധികൾ അവരെ ജീവനോടെ കത്തിച്ചു. പ്രിയരെ, എന്താ കാരണം? സ്വന്തം ദേശം വിട്ട്, സ്വന്തക്കാരെ വിട്ട്, ഈവൻ ഇന്ത്യക്കാർക്ക് പോലും വേണ്ടാത്തതായിരിക്കുന്ന കുഷ്ഠരോഗികളുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് കടന്നു വന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും കത്തിച്ചതിന്റെ 22 വർഷം ഇന്നലെ നാം ഓർത്തു. They came from Australia, became martyrs in India in order to transmit this gospel what they have heard. നമുക്കതിന് ചിന്തയുണ്ടോ? സുവിശേഷം അറിയിക്കുവാൻ വിളിക്കപ്പെട്ടതായിരിക്കുന്ന നാം നമ്മുടേതായിരിക്കുന്ന കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് how far we are able to reach out to the unreached. The Thessalonian church was able to give their faith to others. അവരുടെ വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു. Therefore, they became the case studies of faith. It is not how long you are, but how you function that matters a lot. രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, they were a triumphant church. തിളക്കമുള്ള, തലയെടുപ്പുള്ള, വിജയശ്രീലാളിതരായിട്ടുള്ള ഒരു സഭ. സെക്കൻഡ്, they were a transmissional church. അവർ കിട്ടിയതെല്ലാം അവർക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച് കൂട്ടിവെക്കാതെ they shared their faith with others. Third, verses 9 and 10, 9ഉം 10ഉം വാക്യങ്ങള്. മലയാളത്തില് 9 വാക്യം മാത്രമേ ഉള്ളൂ, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളില് it is mentioned as verses 9 and 10. അതെന്താ പറയുന്നത് അറിയാമോ? അതൊന്ന് വായിക്കുന്നത് വളരെ വളരെ പ്രയോജനകരമായിരിക്കും. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. എന്തോ അവിടെ പറയുന്നത്?
They were a transformational church. They were a transformed church. അവർ രൂപാന്തരപ്പെട്ട ഒരു സഭയായിരുന്നു. അവർ ട്രയംഫൻ ചർച്ചായിരുന്നു. അവർ ട്രാൻസ്മിഷണൽ ചർച്ചായിരുന്നു. അത് മാത്രമല്ല, they were a transformed church. രൂപാന്തരമുള്ള, മാറ്റങ്ങളുള്ള, അനേകരെ സ്വാധീനിക്കുന്ന, അനേകർക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ പരസ്പർശനം ഏൽപ്പിച്ചതായ ഒരു സഭയായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതായ ഒരു സഭയായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. എന്താ കാരണം? എന്താ അവരെ പറ്റി പറയാനുള്ളത്? അവരെ പറ്റി പറയാനുള്ളത് ഒന്ന്, they turned from idol to the living and true God. അവര് വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ളവനും പിന്നെ സത്യമുള്ളവനുമായ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. That was the beginning of transformation. അവര് സുവിശേഷം കേട്ടു. യേശുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സത്യം അവർ മനസ്സിലാക്കി. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിനെ അവർ വിശ്വസിച്ചു. അതിന്റെ ഫലമായിട്ട്, അനന്തരഫലമായിട്ട്, they turned from idol to the living God. Praise the Lord. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞു. What really signifies us? Do we attract others to Jesus through our transformed life and lifestyle? തെസ്സലോനിക്കയിലെ സഭ മാതൃകയുള്ള ഒരു സഭയായിരുന്നു. കാരണം അവർക്ക് രൂപാന്തരം ഉണ്ടായിരുന്നു. If our lives are not transformed, our preaching and all what we do will not make any difference in this world and in our churches. Then നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യക്ഷതയുടെ പ്രത്യാശയുടെ സ്ഥിരത. They waited for his son from heaven. അതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്താ വായിച്ചത്? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് അവർ നോക്കി പാർത്തു. They waited patiently with unwavering hope. They look up to heaven. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതിനെ ചിന്തിപ്പിൻ. They looked up to heaven. Their focus was on heaven. They believed the Lord will come from heaven and will take them with him forever.
That was a transformation. അവർ വിഗ്രഹങ്ങളെ വിട്ടു, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തില് their focus shifted. Instead of focusing on earthly matters, they focus on heavenly matters. Then പിന്നെ എന്താണെന്നറിയാമോ? അടുത്ത ഭാഗം നാം വായിക്കുന്നുണ്ട്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ. They knew that there is a judgment coming, and they believed that only Jesus is able to deliver them from that wrath of God. As a result, they secured eternity with Jesus. വരുവാനുള്ള കോപത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ, ഈ നാശത്തീയിൽ നിന്ന്, ഈ നാശലോകത്തിൽ നിന്ന് എന്നെ പിഴുതു മാറ്റി എന്നെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുവാൻ, ഉറപ്പിക്കുവാൻ, എനിക്ക് നിത്യജീവനെ തരാൻ കഴിവുള്ളത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളെന്ന് തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികള് വിശ്വസിച്ചു. They believed. Therefore, they were a transformed church. അവര് മാതൃകയുള്ള, രൂപാന്തരമുള്ള, സ്വഭാവ വ്യത്യാസമുള്ള ഒരു സഭയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഇന്ന് രാവിലെ സമയം നാം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ we heard about a model church, Thessalonican church. We heard three important things about the Thessalonian church. ഒന്ന്, they were a triumphant church. അവർ തലയെടുപ്പുള്ള വിജയശ്രീലാളിതരായിട്ടുള്ള ഒരു സഭയായിരുന്നു. രണ്ട്, they were a transmissional church. അവര് വിശ്വാസം അവരിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാതെ അവർ മറ്റുള്ളവർക്ക് മുഴുവൻ പകർന്നു കൊടുത്തു. ഈ 60-ാമത്തെ വർഷം ഭാരത സുവിശേഷീകരണമെങ്കിലും നടക്കണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന നാം, are we the custodians of the gospel or are we the channels of the gospel? മൂന്നാമത്, ഈ സുവിശേഷം അവരിൽ പരിവർത്തനമുണ്ടാക്കി, രൂപാന്തരമുണ്ടാക്കി. അവര് വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അവർ ഭൂമിയിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ സ്വർഗത്തിലേക്ക് നോക്കി ജീവിച്ചു. അവര് വരുവാനുള്ള കോപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിവുള്ള യേശുവിൽ വിശ്വസിച്ച് അവരുടെ നിത്യത ഉറപ്പാക്കി. They were different. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, I encourage each and everyone this morning with this gospel that can transform each one of us even today. നമ്മളെ ഇന്നും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഈ സുവിശേഷത്തിന്റെ ആ വലിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. We need to be triumphant. We need to be transmissional and we need to be transformed. നമ്മൾ തിളക്കമാർന്നവരും വിശ്വാസത്തിന്റെ പകർച്ചയുള്ളവരും രൂപാന്തരപ്പെട്ടവരുമായി മാറണം.
അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. കേട്ടതായിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. പ്രിയരെ, കൂടുതൽ ദൈവകൃപയോടും തെസ്സലോനിക്കയിലെ മാതൃകയോടും കൂടെ മുൻപോട്ട് പോകുവാൻ, അനുഗ്രഹീതരായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപയും ശക്തിയും പകർന്നു തരട്ടെ.